ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ഐറ്റം വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബനാറസി വീവിംഗ് കൊടുത്തിട്ടുള്ള മോഡലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക്കിലാട്ടോ ചെയ്തേക്കുന്നത്. ബനാറസി സിൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ വീവിങ്ങും ആ മെറ്റീരിയലും ഒക്കെ അത്രയും എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയലാണ്. നല്ലൊരു ഒതുങ്ങി കിടക്കുകയും ചെയ്യും. കാണാൻ ഭയങ്കര എലഗൻ്റ് ആട്ടോ. നമുക്ക് സിൽക്ക് ഇടുന്ന പോലെ ഏകദേശം ഫീലാണ് ഇതിന് കിട്ടുന്നത്. ഇത് യോക്ക് പോർഷനിൽ വരാറുണ്ട്, ദാമിന് ഡിസൈൻ വരാറുണ്ട്. യോക്കിൽ വരുന്ന കുറച്ചുകൂടെ ഭംഗിക്കൂടുതലുണ്ട് കേട്ടോ. ചിലതിൻ്റെയൊക്കെ ദാമിന് ആ ഒരു വീതിയും ആ ഒരു വർക്കിനൊക്കെ അനുസരിച്ച് നല്ല രസമായിട്ട് തന്നെ വരാറുണ്ട്. അപ്പം ഇങ്ങനെ യോക്ക് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ തയ്ക്കുന്നതിൻ്റെ ഭംഗി അനുസരിച്ചിരിക്കും കേട്ടോ. കളേഴ്സും നല്ലതാണ്. ഇതൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. ഇതിനകത്ത് കുറച്ച് ഗോൾഡൻ പോലെ തോന്നിക്കുന്നുണ്ട്. ഭയങ്കര ഗോൾഡൻ അല്ല കേട്ടോ, കുറച്ചൊരു ലൈറ്റ് യെല്ലോയുടെ ഒരു നല്ല ഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ വീവിങ് പോയേക്കുന്നത്. കണ്ടില്ലേ, വീവിങ്ങിന് ഒരുപാട് ഓവർ കളറില്ല, എന്നാൽ സിൽവർ അല്ല ഗോൾഡും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. ലൈറ്റ് ഒരു ഗോൾഡ് എന്ന് പറയാം. ഭയങ്കര മാച്ചിങ് ആ കളറുമായിട്ട്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആട്ടോ. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. യോക്ക് പോർഷൻ്റെ ഡിസൈനാണ് ഇത് വരുന്നത്. അകത്തോട്ടുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു വീവിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, സെയിം മെറ്റീരിയൽ തന്നെ. ബോട്ടം സാൻഡൂൺ മെറ്റീരിയൽ കേട്ടോ. പിന്നെ ഇതിന് താഴത്തെ ബോർഡറിൽ കൊടുക്കാനോ അല്ലെ കൈക്ക് കൊടുക്കാനോ ആയിട്ട് ബാക്ക് സൈഡിലും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വീവിങ് തന്നെയാണ്. പിന്നെ നമ്പർ Y135, റേറ്റ് 2380 2380. അടുത്ത് വരുന്നത് ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ. ഇതും അടിപൊളി കളറാണ്. നമുക്ക് നോർമലി ബ്ലൂ വരുന്ന ആ ഒരു ബ്ലൂ അല്ല കേട്ടോ. ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലൂ കളറില്ലേ, അങ്ങനത്തെ ഷെയ്ഡ്. അതിൻ്റെ അകത്ത് ടിഷ്യൂവിൻ്റെ ഒരു ഭംഗിക്കൂടുതലുണ്ട്. പിന്നെ എന്തായാലും വീവിങ്ങും ഒക്കെ നല്ല ഫിനിഷിങ്ങിലാണ്. ഇതിൽ തന്നെ ചെറിയ ചെറിയ റേറ്റ് വ്യത്യാസം വരാം. 2000 എബോ ആണ് മിക്കവാറും ഈ ഒരു ടൈപ്പ് ബനാറസിക്ക് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ചെറിയ വേരിയേഷൻ, ഒരു 100 രൂപ 200 രൂപയൊക്കെ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അത് വീവിങ് ഡിഫറൻസിൻ്റെ ആട്ടോ. വീതി കൂടുതൽ, ഒരു ലെയറോടെ എക്സ്ട്രാ ചിലപ്പോൾ കാണും. പിന്നെ അതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് മിക്കവാറും 2000 എബോ വരുന്ന റേറ്റിലെ എല്ലാ ഐറ്റംസും നല്ലതായിട്ട് ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു ലെയറൊക്കെ കൂടുതൽ വരുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക്. ഇത് 4 ബോർഡറിലും ഇതുപോലെ ആ ഒരു വീവിങ് പാറ്റേൺ പോയിട്ടുണ്ട്. ബാക്ക് സൈഡ് കാണിച്ചിരുന്നുണ്ടല്ലേ, അങ്ങനെ ഒരുപാട് അങ്ങനെ പൊങ്ങി നിൽക്കാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ മെറ്റീരിയൽ നല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഞാൻ പറഞ്ഞില്ല, സിൽക്ക് പോലെ അതിനേക്കാളും ചിലർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് നിൽക്കും. അപ്പം സിൽക്കോ അല്ല ഇതോ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പാർട്ടി വെയറായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ നമ്പർ Y136, റേറ്റ് 2380. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡാട്ടോ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഓനിയൻ പിങ്ക് ഷെയ്ഡും, പക്ഷേ ഇത് മെയിൻ കളർ ശരിക്കും നോക്കുമ്പം ഒരു ലാവണ്ടർ ടോണാണ്. അതിൽ ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡിലോട്ട് വരുന്നത്. അപ്പോൾ 2 കളറിൻ്റെ ഒരു ഗുണം കിട്ടും കേട്ടോ. ആ 2 ഷെയ്ഡ്സും എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെടും. 2 കളർ ഇങ്ങനെ മാറി മാറി വരുന്ന പോലെ തോന്നും. നല്ല ഷെയ്ഡാണ് കേട്ടോ. സെയിം തന്നെ ഡിസൈൻ നമുക്ക് യോക്ക് പോർഷനിലും ദുപ്പട്ടയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയ്ക്ക് അകത്തൂടെയും കണ്ടോ കുഞ്ഞു കുഞ്ഞായിട്ട് ആ ഒരു വീവിങ് പോയിട്ടുണ്ട്. നല്ല ഗ്രാൻഡ് ആട്ടോ കാണാൻ. ഇതിൻ്റെ നമ്പർ Y134, റേറ്റ് 2380. നാലാമത്തെ ഷെയ്ഡ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ബ്ലൂയിഷ് ഗ്രീൻ എന്ന് പറയാം. ഭയങ്കര ബ്ലൂ അല്ല, ഭയങ്കര ഗ്രീനും അല്ല, പക്ഷേ ഗ്രീനിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളർ. പ്രത്യേകിച്ച് ഈ മെറ്റീരിയലിൻ്റെ ആയിരിക്കും കേട്ടോ. ഈ മെറ്റീരിയൽ ഈ ഒരു കളറിന് എന്തോ ഒരു ഭംഗി കൂടുതലുണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതെല്ലാം എല്ലാ ഷെയ്ഡ്സും ഏത് ഷെയ്ഡ് എടുത്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല, അത്രയും നല്ല കളേഴ്സാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാഷ് ചെയ്യാം, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഏതാണെങ്കിലും നമ്മൾ കൂടി എടുക്കുമ്പം പറ്റുന്നവരെ ഒന്ന് ഡ്രൈ വാഷ് ചെയ്താൽ ആ മെറ്റീരിയൽ പുതിയതുപോലെ തന്നെ ഇരിക്കും. ഇതങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ വാഷ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഒരു 3-4 പ്രാവശ്യം കൂടെ പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഇത് ഷാമ്പു വാഷ് ചെയ്യുന്നതാണ് നല്ലത്, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ പുതിയതുപോലെ ഇരിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് മുക്കി പൊക്കി എടുത്താൽ മതി, ഒരുപാട് അങ്ങ് റഫായിട്ട് യൂസ് ചെയ്യേണ്ട. സിൽക്ക് ബേസ്ഡ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാട്ടോ അത്രയും ഭംഗി കിട്ടുന്നത്. നമ്മുടെ സാധാരണ സൈസ് സിൽക്കല്ല, ഭയങ്കര സോഫ്റ്റ് ഫിനിഷുള്ളൊരു ഫാബ്രിക്കാണ്. പിന്നെ ഒരു ടിഷ്യൂവിൻ്റെ എഫക്റ്റ് നല്ലതായിട്ട്, ഒരുപാട് അങ്ങനെ ഓവർ കളർ ആവാതെ നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം. എല്ലാ കളേഴ്സും നല്ല കേട്ടോ. അങ്ങനെ കളർ ടോൺ വെച്ചിട്ട് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇതിലെ എല്ലാ ഷെയ്ഡ്സും എല്ലാ കളർ ടോണുകാർക്കും ചേരുന്ന ഒരു കളേഴ്സാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്പർ Y137, റേറ്റ് 2380 2380. ലാസ്റ്റ് കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ആട്ടോ. ഇതിൽ കുറച്ച് എവിടെയോ ഫോട്ടോ എടുത്തപ്പോൾ ചെറിയ പീച്ച് പോലെ എനിക്ക് തോന്നിച്ചു, പക്ഷെ നല്ല പിങ്കാണ് കേട്ടോ ഇത് കളർ. അതായത് ഓവറല്ല, ഈ ടിഷ്യൂ കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുമ്പോൾ ചെറിയൊരു കളർ വേരിയേഷൻ കാണിക്കുന്നതാണ്. നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, സെയിം തന്നെ ഡിസൈൻ അതിലും കൊടുത്തേക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടം എല്ലാത്തിനും സാൻഡൺ ഫാബ്രിക്, എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വെച്ചേക്കുന്നത്. നമ്പർ Y138, റേറ്റ് 2380.